ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള തൊഴിലാളികളുടെ ശ്രമത്തിനിടെയാണ് വലിയ ദുരന്തം ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ LNG പ്ലാന്റിൽ ആണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഇതിന്റെ ഗൗരവം. ഈ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായ വിവരം. 18 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നാണ്. അതിൽ 18 പേരെ കാണാതായി എന്ന് പറയുമ്പോൾ അവർ മരിക്കുവാനുള്ള സാധ്യതയല്ലേ വളരെ കൂടുതലായി കാണുന്നത്? തീർച്ചയായും ഈ 18 എന്നുള്ളത് ഖത്തർ പുറത്തുവിടുന്ന കണക്കാണ്. ചില മാധ്യമങ്ങൾ ആ സംഖ്യ ഒരുപക്ഷെ 50-ന് മുകളിലെത്തും എന്നുള്ള ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഖത്തറിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖത്തറിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല്ലായ പ്ലാന്റാണ് റാസ് ലഫാൻ എന്ന് പറയുന്നത്. ഖത്തറിലെ വളരെ പ്രധാനപ്പെട്ട വാതക സംസ്കരണ കേന്ദ്രം കൂടിയാണിത്. നേരത്തെ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ഇവിടേക്ക് വാതക പ്ലാന്റ് പ്രവർത്തനരഹിതമായിരുന്നു. കാരണം ഇന്ധനത്തിന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് ഇത് തുടർന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ സമാധാന കരാറിന്റെ ഭാഗമായി ഹോർമുസിലെ ഗതാഗതം സാധാരണ നിലയിലാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ LNG പ്ലാന്റുകൾ, പെട്രോ കെമിക്കൽ ഫാക്ടറികൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, വൈദ്യുതി നിലയങ്ങൾ, കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ് ഇത്. നോർത്ത് ഫീൽഡിൽ നിന്നുള്ള ഖത്തറിലെ നോർത്ത് ഫീൽഡിൽ നിന്നുള്ള വാതകം സംസ്കരിച്ച് ലോകവിലെത്തിക്കുന്നതിൽ റാസ് ലഫാന്റെ പങ്ക് വളരെ ശ്രദ്ധേയമാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ഖത്തർ ഏജൻസി അറിയിക്കുന്നത്. തീപിടുത്തം നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും ഇവിടെ വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സ്ഥിരീകരിക്കാവുന്നതല്ല, പക്ഷേ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഇത്. നമുക്കറിയാം, ഖത്തർ അടക്കമുള്ള പല രാജ്യങ്ങളിലും ട്രംപിന്റെ കമ്പനിക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എമർജൻസി റെസ്പോൺസ് ടീം ഇടപെട്ട് നിയന്ത്രിക്കാനായി എന്ന് മാത്രമാണ് ഇപ്പോൾ ഖത്തർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വാതക സംസ്കരണശാലയുടെ ഏറ്റവും നിർണായകവും അപകടകരവുമായ സമയം ആണ് ഈ സ്റ്റാർട്ടപ്പ് സമയം എന്ന് പറയുന്നത്. ഈ സമയത്തെ മർദ്ദം അത് നിയന്ത്രണ വിധേയമായി മാറുന്നതിന് പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ സാങ്കേതിക പിഴവ് കാരണമാകാം ഇത് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഭീഷണിയില്ല, ആരെയും ഒഴിപ്പിക്കേണ്ട പശ്ചാത്തലമില്ല എന്ന് ഖത്തർ പറയുമ്പോഴും ഏറെ ആശങ്കയോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്. തീർച്ചയായും അവിടെ രഞ്ജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോഴും നമുക്ക് ഖത്തർ നൽകുന്ന വിവരങ്ങളാണ് ഔദ്യോഗികമായി പങ്കുവെക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലെ നാശനഷ്ടങ്ങൾ എത്രത്തോളം പ്രധാനമാണ്, ഇനി ഈ പ്ലാന്റ് എപ്പോഴാണ് പ്രവർത്തനത്തിലേക്ക് തിരികെ വരിക, ഇതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എങ്കിൽ പോലും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോകത്തിലെ വലിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ധനം കയറ്റിവിടുന്ന ഒരു പ്ലാന്റ് കൂടി ആയിരിക്കുമല്ലോ അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധിക്കും നിലവിൽ ഇത് അടച്ചിട്ടിരിക്കുന്നു എന്നത് തന്നെ പ്രതിസന്ധിയാണ്. ഹോർമോസ് തുറക്കുവാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഈ അപകടം ഈ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാവുന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ലല്ലോ. തീർച്ചയായും ഈ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്ന, പ്രകൃതിവാതക വിപണിയെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. ഖത്തറിൽ നിന്നാണ് നമ്മളടക്കമുള്ള വിവിധ ലോകരാജ്യങ്ങളിലേക്ക് പ്രകൃതിവാതകവും മറ്റ് ഇന്ധനവും ഒക്കെ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഈ റാസ് ലഫാൻ അടച്ചിട്ടതോടുകൂടിയാണ് ലോകരാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ റാസ് ലഫാൻ അടിയന്തരമായി ഖത്തറിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ സാരമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ റാസ് ലഫാനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാക്കിയിരുന്നു. ഖത്തറിന് നേരെ ഉണ്ടായ ഇറാന്റെ പല വിധത്തിലായ ആക്രമണങ്ങൾ, ഒപ്പം ഇന്ധന ലഭ്യത കുറവ്, ഇവയൊക്കെയാണ് റാസ് ലഫാന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചത്. അതിനുശേഷം ഇത് പഴയപടി തന്നെ പുനരുജ്ജീവിപ്പിക്കാനും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാനും മറ്റുമുള്ള അതിതീവ്ര ശ്രമത്തിലായിരുന്നു ഖത്തർ. അതിന് അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അമേരിക്കൻ സഹായത്തോടു കൂടി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ വലിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നമുക്കറിയാം 40-ൽ ഏറെ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തുന്നത്. അങ്ങനെ ഖത്തർ ഉൾപ്പെടെ നല്ലൊരു പങ്കാളി കൂടിയാണ് എന്നതാണ്. പക്ഷേ ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഇന്ധന ഇറക്കുമതി തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതിനിടയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നിൽ ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായിട്ടുള്ളത്. അതിൻ്റെ തീവ്രത എത്രത്തോളം, അത് ഇനി പ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ഇതിലൊക്കെ കൂടുതൽ വ്യക്തതയും കൈവരേണ്ടതുണ്ട്.